ഹായ്, എല്ലാവർക്കും ഷെഫ് ഗ്രീനറിലോട്ട് സ്വാഗതം. ഇന്നൊരു പഴയകാല കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അതായത് ഏത്തക്കായും ഉണക്കയിലയും കൂടി ഒരു കറി. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് വെച്ചുകൊണ്ടിരുന്ന ഒരു കറിയാണ് ഏത്തക്കായ ഉണക്കയില, അല്ലെങ്കിൽ മാങ്ങ ഉണക്കയില, അതുമല്ലെങ്കിൽ കുമ്പളങ്ങ ഉണക്കയില. ഇപ്പോൾ ഇങ്ങനത്തെ കറികളൊക്കെ വളരെ കുറവാണ് കേട്ടോ നമ്മുടെ വീടുകളിലൊക്കെ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കറിയുടെ വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ കറിക്കായിട്ട് 2 ഏത്തക്കായയും അതുപോലെ തന്നെ 2 ഉണക്കയിലയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഏത്തക്കായ തൊലി കളഞ്ഞ് കറ പോവാനായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വയ്ക്കാം. അതോടൊപ്പം തന്നെ ഈ ഉണക്കയിലയും ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് അല്പനേരം വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഒരു കറി വെക്കാനുള്ള ഒരു ചട്ടിയിലേക്ക് ഈ കായ ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ നന്നാക്കി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന മീനും ചേർത്ത് കൊടുക്കാം. അതിനകത്തേക്ക് 2 പച്ചമുളക് കീറിയതും ഒരു തണ്ട് കതിർപ്പ് വേപ്പിലയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചുള പുളിയാണ് കേട്ടോ. ഒത്തിരി പുളി ഇടേണ്ട ആവശ്യമില്ല. ഒത്തിരി പുളിയായ കറിയുടെ ടേസ്റ്റ് പോകും. അതുകൊണ്ട് ഒരു പുളി ഇങ്ങനെ ഒരു 3-4 പീസായിട്ട് കീറി ഇട്ട് കൊടുക്കാം. പിന്നെ ഈ കറി വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഈ കറിയിൽ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. കാരണം അയിലയ്ക്ക് അത്യാവശ്യം നല്ല ഉപ്പുള്ള ഒരു മീനായതുകൊണ്ട് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കറി റെഡി ആയതിന് ശേഷം ഉപ്പ് ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അല്പം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അയില കറി വയ്ക്കുമ്പോൾ ഉപ്പ് ചേർക്കാതെ കായയ്ക്കും നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കിട്ടും കേട്ടോ ഈ ഉണക്കമീനിൽ നിന്ന്. അപ്പോൾ കറിയുടെ ഉപ്പ് നോക്കിയിട്ട് വേണം ഉപ്പിട്ട് ചേർക്കാനായിട്ട്. ഈ കായയും മീനും ഒക്കെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കറിക്ക് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതാ ഒരു മുറി തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇടയ്ക്ക് നമ്മുടെ കറി ഇപ്പോൾ ഏത്തക്കായ ആയതുകൊണ്ട് തന്നെ മൺകലത്തിൻ്റെ അടിയിലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം മൂടി വെച്ച് വീണ്ടും വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ഏത്തക്കായയും ഉണക്കയിലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ച് ഞാൻ ഇതൊന്ന് കഴുകി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഓരോരുത്തരുടെയും ചാറ് എങ്ങനെയാണ്, കുറുകിയ ഒരു പരുവത്തിനാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഒരു അത്യാവശ്യം കുറുകിയ ഒരു പരുവത്തിനാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം കറി തിളച്ച് വരുമ്പോൾ നമുക്ക് കറി ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് കടു താളിച്ചൊഴിക്കാം. കടു താളിച്ച് ഒഴിക്കാനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊടുത്തു. അതിനുശേഷം കടുകിട്ട് ഒന്ന് പൊട്ടി വന്നപ്പോൾ കൊല്ലമുളകും ചുമന്നുള്ളിയും വേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതേ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക്. ഏത്തക്കായ ഉണക്കയിലയും നമ്മുടെ പഴയ കാർന്നോന്മാരൊക്കെ പണ്ട് വെച്ചുകൊണ്ടിരുന്ന കറി നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്